നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആർഎംപി നേതാവ് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ വിചാരണ കോടതി വിധി ചോദ്യം ചെയ്തുള്ള വിവിധ അപ്പീലുകളിൽ ഹൈക്കോടതി നാളെ വിധി പറയും. ഒരുപക്ഷെ കെ രമ കാത്തിരിക്കുന്ന ദിവസമാണ്. ഈ വിധി വന്നതിന് ശേഷം ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് കെ രമ ഇതിനു മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ശിക്ഷാവിധി ചോദ്യം ചെയ്ത പ്രതികളും പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാരും CPM നേതാവ് പി മോഹൻ ഉൾപ്പെടെയുള്ള പ്രതികളെ വിട്ടയച്ചതിനെതിരെ കെ രമയും നൽകിയ അപ്പീലുകളിലാണ് കോടതിയുടെ പരിഗണനയിൽ വന്നത്. നാളെ രാവിലെ 10:15 ജസ്റ്റിസുമാരായ ജയശങ്കരൻ നമ്പ്യാർ, കൗസർ എടപ്പകത്ത് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് അപ്പീലുകളിൽ വിധി പറയും. FIR-ൽ കൃത്യമായി എത്ര പ്രതികളുണ്ടെന്ന് പറയുന്നില്ല. പലരും കേസിൽ പ്രതി ചേർത്തതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് പ്രതികളുടെ വാദം. നേരത്തെ ആർഎംപി നേതാവായിരുന്ന ടി.പി. ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ കേസിൽ പുതിയ ആരോപണവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി രംഗത്തെത്തിയിരുന്നു. ഊരാളുങ്കൽ സൊസൈറ്റി പിടിച്ചെടുക്കുമോ എന്ന ഭയമാണ് ചന്ദ്രശേഖരനെ കൊലപ്പെടുത്താൻ കാരണമെന്നും ഊരാളുങ്കൽ പിടിച്ചെടുത്താൻ കേരളത്തിലെ CPM നേതാക്കളുടെ കള്ളപ്പണത്തിന്റെ സ്രോതസ് വെളിപ്പെടുമെന്നും അതുണ്ടാവാതിരിക്കാനാണ് ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയതെന്നും മൂവാറ്റുപുഴയിലെ UDF കുറ്റവിചാരണ സദസ്സിൽ ഷാജി പറഞ്ഞത് ചർച്ചയായിരുന്നു. ചന്ദ്രശേഖരൻ കൊലപ്പെടുന്നതിന്റെ ആഴ്ചകൾക്ക് മുൻപും CPM നേതാക്കൾ ചർച്ച നടത്തിയിരുന്നുവെന്നും ഊരാളുങ്കൽ സൊസൈറ്റിയുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. മത്സരിക്കില്ല എന്ന് ചന്ദ്രശേഖരൻ സമ്മതിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെടില്ലായിരുന്നുവെന്നാണ് ഷാജി പറയുന്നത്. ചന്ദ്രശേഖരൻ വധക്കേസിന്റെ അന്വേഷണം പി മോഹനൻ മാസ്റ്ററിൽ നിന്ന് മുകളിലേക്ക് പോകാതെ തടയുകയായിരുന്നു. അന്വേഷണം മുകളിലേക്ക് പോയിരുന്നുവെങ്കിൽ പിണറായി വിജയൻ വരെ കുടുങ്ങുമായിരുന്നുവെന്നും CPM-ന്റെ സാമ്പത്തിക സ്രോതസ് ഇല്ലാതാവുമെന്ന ഭയമാണ് ചന്ദ്രശേഖരൻ കൊല്ലപ്പെടാൻ കാരണമെന്നും ഷാജി വ്യക്തമാക്കി. വടകരയ്ക്കടുത്ത വള്ളിങ്ങാട് വെച്ച 2012 മെയ് 4-നാണ് RMB സ്ഥാപക നേതാവ് ടി.പി. ചന്ദ്രശേഖരനെ ഒരു സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നത്. CPM വിട്ട് ഓഞ്ചിയത്ത് RMB എന്ന പാർട്ടി ഉണ്ടാക്കിയതിന്റെ പക തീർക്കാൻ CPM-കാരായ പ്രതികൾ ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. വിചാരണയ്ക്ക് ശേഷം 2014-ൽ MC അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, TK രാജേഷ്, CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന PK കുഞ്ഞാനന്ദൻ തുടങ്ങി 11 പ്രതികളെ ജീവപര്യന്തം തടവിനും കണ്ണൂർ സ്വദേശി ലംബു പ്രദീപിനെ 3 വർഷത്തെ തടവിനും ശിക്ഷിച്ചിരുന്നു. 36 പ്രതികൾ ഉണ്ടായിരുന്ന കേസിൽ CPM നേതാവായ പി മോഹനൻ ഉൾപ്പെടെ 24 പേരെ വിട്ടയച്ചു. ശിക്ഷ അനുഭവിക്കുന്നതിനിടെ PK കുഞ്ഞാനന്ദൻ 2020 ജൂണിൽ മരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും നാളെ വിധി വരുമ്പോൾ ആരെല്ലാം പിടിയിലാകും, എന്തായിരിക്കും വിധി എന്ന കാത്തിരുന്ന് കാണേണ്ടി വരും.